നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ ചൂടുപിടിച്ചു വരികയാണ്. സംസ്ഥാനത്തെ സാംസ്കാരിക പ്രവർത്തകർക്ക് ഇക്കുറി പണി കൂടുമെന്നാണ് അങ്ങാടി നിലവാരം സൂചിപ്പിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള സാംസ്കാരിക സ്ഥാപനങ്ങളെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഇടതുമുന്നണിക്ക് വേണ്ടി കൂടുതൽ പ്രയോജനപ്പെടുത്താൻ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ വൈലോപ്പള്ളി സംസ്കൃതി ഭവനിൽ ചേർന്ന മേൽപ്പറഞ്ഞ സാംസ്കാരിക സ്ഥാപനങ്ങളുടെ തലവന്മാരുടെയും പ്രതിനിധികളുടെയും യോഗമാണ് ഇത്തരത്തിലൊരു തീരുമാനം കൈക്കൊണ്ടത്. ഇതേവരെ ചില ലിറ്റററി ഫെസ്റ്റിവലുകൾ സംഘടിപ്പിച്ചും ചലച്ചിത്രോത്സവം നടത്തിയും സെമിനാറുകളും നാടകോത്സവവും നടത്തിയും അതിൽ പങ്കെടുക്കുന്ന പാർട്ടിക്കൂറുള്ള സാംസ്കാരിക പ്രവർത്തകർക്ക് ആകർഷകമായ ടിഎയും അലവൻസും ഉറപ്പുവരുത്തിയും സർക്കാർ വാഹനത്തിൽ സർക്കാരിൻ്റെ വണ്ടിയിൽ കല്യാണത്തിനും ജന്മദിനാഘോഷങ്ങൾക്കും പുലകുടി അടിയന്തരത്തിനും പങ്കെടുത്തു. പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിൽ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന വിദ്യാർത്ഥി മരിച്ചതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വളരെ അർത്ഥവത്തായ മൗനം പാലിച്ചു. ഇനി കേന്ദ്ര സർക്കാരിനെ രണ്ട് പള്ളു പറയാൻ അവസരം കിട്ടിയാൽ അത് ഒരു സംയുക്ത പ്രസ്താവന ഇറക്കി ആഘോഷിച്ചും സുഖമായി കഴിഞ്ഞു പോരുകയായിരുന്നു കേരളത്തിലെ സാംസ്കാരിക പ്രവർത്തകർ. ഇനി അത് നടക്കില്ല എന്നാണ് വൈലോപ്പള്ളി സംസ്കൃതി ഭവനിൽ ചേർന്ന സമ്മേളനത്തിന്റെ തീരുമാനങ്ങൾ വ്യക്തമാക്കുന്നത്. വൈലോപ്പള്ളി ഭവനിൽ നടന്ന മേൽപ്പറഞ്ഞ അടിയന്തരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇനം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷുടെ ഒരു ക്ലാസ് ആയിരുന്നു. എങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സാംസ്കാരിക പ്രവർത്തകർ പങ്കെടുക്കണം, വാർഡ് തലം മുതൽ പാർലമെന്റ് മണ്ഡലം വരെയുള്ള തലങ്ങളിൽ ഏതൊക്കെ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തേണ്ടത്, സ്ക്വാഡ് പ്രവർത്തനം, കുടുംബയോഗങ്ങൾ, പ്രചാരണ യോഗങ്ങൾ, ഇതിലൊക്കെ എങ്ങനെയൊക്കെ പങ്കെടുക്കണം, ഏതൊക്കെ രീതിയിൽ പങ്കാളികളാകണം എന്ന വളരെ വ്യക്തമായ സൂചനകൾ നൽകിക്കൊണ്ടുള്ള ഒരു ക്ലാസ്, 1.5 മണിക്കൂറോളം നീണ്ടു നിന്ന ഒരു ക്ലാസ് ഗോവിന്ദൻ മാഷ് എടുത്തു എന്നാണ് അറിയുന്നത്. ഗോവിന്ദൻ മാഷ് ക്ലാസ് എടുക്കാൻ നല്ല മിടുക്കനാണ്. വളരെ ലളിതമായി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിവുള്ള ആളാണ്. അതുകൊണ്ട് പങ്കെടുത്ത സാംസ്കാരിക പ്രവർത്തകർക്ക് അതിനെക്കുറിച്ചുള്ള ഒരു ഏകദേശ രൂപരേഖ ലഭിച്ചു കാണുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിന്റെ സഹസംവിധായകൻ സാംസ്കാരിക മന്ത്രി ശ്രീ സജി ചെറിയാനായിരുന്നു. അദ്ദേഹമാകട്ടെ സാംസ്കാരിക രംഗത്തുള്ളവർ ഇത്തരം പ്രചാരണ പ്രവർത്തനങ്ങളിൽ എങ്ങനെ പങ്കെടുക്കണമെന്നത് സംബന്ധിച്ച കുന്തവും കുടച്ചക്രവും എല്ലാം നന്നായിട്ട് അറിയാവുന്ന ആളാണ്. MV ഗോവിന്ദൻ മാഷുടെ ക്ലാസ് വേണ്ട പോലെ വരാഞ്ഞത് കൊണ്ടാണോ, അതോ അദ്ദേഹം ഒരു പൊതു സ്വഭാവത്തിലുള്ളൊരു ക്ലാസ് എടുത്തത് കൊണ്ടാണോ, ദൈനംദിന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ പിന്നീട് അറിയിക്കാമെന്നാണ് ബഹുമാനപ്പെട്ട മന്ത്രി യോഗത്തിൽ പങ്കെടുത്ത ആളുകളെ അറിയിച്ചിരിക്കുന്നത്. ഇതിനിടയ്ക്ക് യോഗം ചേരുന്നു എന്നറിഞ്ഞ് പാപ്പരാസികൾ വന്നു, നമ്മുടെ ഫോട്ടോഗ്രാഫർമാര് പടമെടുക്കാൻ വന്നു. ഈ രാജ്യത്ത് ഒരു കാര്യവും രഹസ്യമായി നടത്താൻ പറ്റില്ല എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഈ എക്സാലോജിക്കിന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു ചെറിയ കമ്പനിയാണ് എക്സാലോജിക്ക്, ഒരു ഡയറക്ടർ മാത്രമുള്ള ഒരു കമ്പനി. അത് CMFRL എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ നിന്ന് ചെയ്യാത്ത സേവനത്തിന് ഇച്ചിരി പൈസ വാങ്ങിച്ചു. വളരെ രഹസ്യമായിട്ട് ചെയ്തതാണേ. CMFRLന്റെ കർത്തായും എക്സാലോജിക്കും മാത്രം അറിഞ്ഞ കാര്യമാണ്. പക്ഷെ അത് പുറത്തായി, രഹസ്യം നാട്ടുകാരറിഞ്ഞു, അന്വേഷണമായി, നാണക്കേടായി. ഇപ്പൊ എവിടെ ചെന്നാലും എക്സാലോജിക്ക് അന്വേഷണം എന്തായി, എക്സാലോജിക്ക് എന്തായി എന്നുള്ള ചോദ്യങ്ങളാണ്. ലവന്മാരോട് മറുപടി പറഞ്ഞ് വാസ്തവത്തിൽ പറഞ്ഞ് മടുത്തു. ഇവരുടെ ചെകിട് കേൾക്കാതെ ആയോ എന്നാണ് ഇപ്പോഴത്തെ സംശയം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പൂക്കോട് വെറ്ററിനറി കോളേജിൽ ഉണ്ടായ മരണം, സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെ കൊലപാതകം,
ആ കുട്ടിയെ ഞാൻ അടിച്ചു കൊന്നതാണ്. പക്ഷെ ആ രഹസ്യം പുറത്തു വരാതിരിക്കാൻ, അല്ലെങ്കിൽ അത് രഹസ്യമാക്കി വെക്കാൻ ശുചിമുറിയിൽ മൃതദേഹം കെട്ടിത്തൂക്കി വളരെ ഭംഗിയായിട്ട് ചെയ്തു. സർവകലാശാല അധികൃതർ അതിന് കൂട്ടുനിന്നു. പക്ഷെ എന്നിട്ടും സംഭവം പുറത്തു വന്നു, ആളുകൾ അറിഞ്ഞു. അതാ പറഞ്ഞത്, ഒരു കാര്യം രഹസ്യമായിട്ട് ഈ സംസ്ഥാനത്ത് ചെയ്യാൻ പറ്റില്ല എന്ന അവസ്ഥയാണ് ഇപ്പോൾ സംജാതം ആയിരിക്കുന്നത്. ഫോട്ടോഗ്രാഫേഴ്സിന്റെ കാര്യത്തിൽ പക്ഷെ സജി ചെറിയാൻ വളരെ കൃത്യമായിട്ട് ചില നടപടികളെടുത്തു. അവരെ അവിടുന്ന് തുരത്തി ഓടിച്ചു. പക്ഷെ പണിയറിയാവുന്ന പിള്ളേര് പടം എടുക്കുകയും ചെയ്തു. ആ ഫോട്ടോകൾ ഇന്നത്തെ പത്രത്തിൽ വരികയും ചെയ്തു. UDFന്റെ മൂടുതാങ്ങികളായ കുറെ പത്രങ്ങളുണ്ട്. അവന്മാര് ഈ യോഗത്തിനെതിരെ വലിയ കൊട്ടും ഘോഷവുമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. പാർട്ടിക്ക് വേണ്ടി നടത്തിയ, അല്ലെങ്കിൽ LDFന് വേണ്ടി നടത്തിയ ഒരു യോഗം എങ്ങനെയാണ് സർക്കാർ ഉടമയിലുള്ള ഒരു സ്ഥാപനമായ വൈലോപ്പള്ളി സംസ്കൃതി ഭവനിൽ നടത്തും? അത് തെറ്റല്ലേ? അവിടെ വന്ന സാംസ്കാരിക സ്ഥാപനങ്ങളുടെ തലവന്മാരൊക്കെ വന്നത് സർക്കാർ കാറിലാണ്. സാഹിത്യകാരന്മാരെയും മറ്റു കലാകാരന്മാരെയും അവിടെ കൊണ്ടുവരേണ്ട ചുമതല ഈ സാംസ്കാരിക സ്ഥാപനങ്ങളാണ് നിർവഹിച്ചത്. അതിനൊക്കെ ഉപരി ഒരു രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് നമ്മുടെ സാംസ്കാരിക സ്ഥാപനങ്ങളെ പങ്കാളികളാക്കുക? അവരോട് എങ്ങനെയാണ് അതിൽ പങ്കാളികളാകണമെന്ന് പറയുക? ഈ വക ഉണക്ക് ന്യായങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ചില മാധ്യമങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഷെടാ, വൈലോപ്പള്ളി സംസ്കൃതി ഭവൻ പോലെ വാടക കൊടുക്കാതെ യോഗം ചേരാനുള്ള, ഒരു പരിധിവരെ രഹസ്യമായി യോഗം ചേരാനുള്ള സൗകര്യമുള്ള ഒരു സംവിധാനം നമ്മുടെ കൈവശമുള്ളപ്പോൾ നമ്മളിനി മസ്കറ്റ് ഹോട്ടലിലോ ഹൈസിന്തിലോ അല്ലെങ്കിൽ ഹയാത്തിലോ യോഗം നടത്തുമോ? അതുകൊണ്ടാണ് വൈലോപ്പള്ളി ഭവൻ തന്നെ തിരഞ്ഞെടുത്തത്. ഇനി അടുത്തൊരു ഘട്ടത്തിൽ ലുലുവിന്റെ ഉടമസ്ഥനായ യൂസഫ് അലി ഹയാത്തോ മറ്റോ സൗജന്യമായി തരാമെന്ന് പറഞ്ഞാൽ അപ്പോൾ വെന്യൂ മാറ്റുന്നതിനെ പറ്റി ആലോചിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഒരു ആക്ഷേപം കാറിൽ വന്നു, സർക്കാർ കാറിൽ വന്നു എന്നുള്ളതാണ്. പിന്നെന്താ, ടാക്സി പിടിച്ചു വരണോ? അല്ലെങ്കിൽ ഊബർ എടുത്ത് വരണോ? അതോ ഇനി ഓട്ടോറിക്ഷ എടുത്ത് വരണോ? കേരളത്തിലെ സാംസ്കാരിക രംഗം കുഴപ്പം കൂടാതെ നടത്തിക്കൊണ്ടുപോകുന്ന മഹാരഥന്മാരാണ് യോഗത്തിന് വന്നിരിക്കുന്നത്. അവര് ടാക്സിയിലോ ഓട്ടോയിലോ ഒക്കെ വരണമെന്ന് പറഞ്ഞാൽ എത്ര അന്യായമാണത്. ആന്റണി രാജുവിന്റെ കാലത്ത് ആരംഭിച്ച 10 രൂപയുടെ ഇലക്ട്രിക് ബസ്സിൽ കയറി വന്നില്ലല്ലോ, അല്ലെങ്കിൽ വരാമായിരുന്നല്ലോ എന്നാരും പറയാതിരുന്നത് ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതി. എഴുത്തുകാർക്കും കലാകാരന്മാർക്കും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമായുള്ള ബന്ധം വളരെ പഴക്കമുള്ളതാണ്. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായ CPM നിലവിൽ വന്ന കാലം മുതൽ പാർട്ടിയുടെ പ്രചാരണത്തിന് വേണ്ടി, അതിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ധാരാളം കലാകാരന്മാരും എഴുത്തുകാരുമൊക്കെ ധാരാളം വിയർപ്പ് ചിന്തിയിട്ടുണ്ട്. KPFC നാടകവേദി, അതുപോലെ കാളിദാസ കലാകേന്ദ്രം, അതൊരു സ്വകാര്യ സ്ഥാപനമായിരുന്നുവെങ്കിലും കാളിദാസ കലാകേന്ദ്രം, KS ജോർജിനെ പോലെയുള്ള ഗായകർ, KPFC സുലോചന, മേദിനി, ഇവരുടെയൊക്കെ നാടകങ്ങൾ, പാട്ടുകൾ, ഇതൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പരിപാടികളിൽ ഒഴിവാക്കാനാവാത്തൊരു ഘടകമായിരുന്നു. പിന്നീട് തെരഞ്ഞെടുപ്പുകൾ നടന്നപ്പോൾ പാർട്ടിയുടെ വിജയം ഉറപ്പാക്കുന്നതിൽ ഇവരുടെയൊക്കെ പങ്ക് വളരെ വലുതായിരുന്നു. അന്നൊക്കെ ആരുടെയും സമ്മർദ്ദഫലമായിട്ടുണ്ടായതല്ല ഇത്. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോടുള്ള അഭിനിവേശം കൊണ്ട്, ആത്മാർത്ഥത കൊണ്ട്, പ്രതിബദ്ധത കൊണ്ട് പാർട്ടി വളരണം, ജയിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി അവർ ചെയ്ത കാര്യങ്ങളാണ്. അങ്ങോട്ട് ആവശ്യപ്പെട്ടാൽ പോലും ഈ സാംസ്കാരിക സ്ഥാപനങ്ങളെ കൊണ്ട് വലിയ പ്രയോജനമില്ല എന്നുള്ളൊരവസ്ഥ ഇപ്പോൾ ഉള്ളത്. ഒരു കേരള ഗാനം തയ്യാറാക്കാൻ സാഹിത്യ അക്കാദമി ഏൽപ്പിച്ചതാണ്, ഇതുവരെ നടന്നിട്ടില്ല. എന്ന് മാത്രമല്ല, ഒരു ഗാനം എഴുതി സമർപ്പിച്ച കവിയും ചലച്ചിത്ര സംവിധായകനുമായ ശ്രീകുമാരൻ തമ്പി ആക്ഷേപിച്ചു എന്ന ഒരു ആരോപണമാണ് ബാക്കിയായത്. അതിൻ്റെ പേരിൽ ധാരാളം തർക്കങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉണ്ടായി. സാംസ്കാരിക മന്ത്രിക്ക് തന്നെ അക്കാര്യത്തിൽ മാപ്പ് പറയേണ്ടി വന്നു, ഖേദം
പ്രകടിപ്പിക്കേണ്ടി വന്നു. ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഇടതുപക്ഷ അനുഭവമുള്ള ഒരു കവിയാണ്. അദ്ദേഹത്തെ അക്കാദമിയുടെ ഒരു പരിപാടിക്ക് വേണ്ടത്ര പ്രതിഫലം കൊടുത്തില്ല എന്നുള്ള പരാതിയുണ്ടായി. ഇവിടെ ശ്രീകുമാരൻ തമ്പിക്കുണ്ടായ അപമാനത്തെപ്പറ്റി പറഞ്ഞപ്പോൾ ഓർമ്മയിൽ വന്ന ഒരു കാര്യം സാന്ദർഭികമായിട്ട് പറയുകയാണ്. തമിഴ്നാടിന്റെ സംസ്ഥാന ഗാനം എഴുതിയത് ഒരു മലയാളിയാണ്, മനോന്മണിയം സുന്ദരൻ പിള്ളൈ. തമിഴ് തായ് വാഴ്ത്ത് എന്ന് ആരംഭിക്കുന്ന ഒരു ഗാനം. മനോന്മണിയം എന്ന വളരെ പ്രസിദ്ധമായ ഒരു തമിഴ് നാടകത്തിൻ്റെയും കൂടെ രചയിതാവാണ് മനോന്മണിയം സുന്ദരൻ പിള്ള. അദ്ദേഹത്തിൻ്റെ മകൻ PS നടരാജപിള്ള കേരളത്തിൽ തിരുക്കൊച്ചി നിയമസഭയിൽ അംഗമായിരുന്നു, തിരുക്കൊച്ചി മന്ത്രിസഭയിൽ അംഗമായിരുന്നു. കേരള നിയമസഭയിലേക്ക് ജയിച്ചു, പിന്നീട് ലോക്സഭയിലേക്കും ജയിച്ചു. അദ്ദേഹത്തിന്റെ പിതാവാണ് മനോന്മണിയം സുന്ദരൻപിള്ള. തമിഴ് ഭാഷയ്ക്ക് അദ്ദേഹം നൽകിയ സംഭാവനകൾ അതിനെ ആദരിച്ചുകൊണ്ട് തമിഴ്നാട് സർക്കാർ തിരുനെൽവേലി കേന്ദ്രമായി മനോന്മണിയം സുന്ദരനാർ യൂണിവേഴ്സിറ്റി എന്ന പേരിൽ ഒരു സർവകലാശാല സ്ഥാപിക്കുകയും ചെയ്തു. മറുനാട്ടുകാരനാണെങ്കിലും തമിഴ് ഭാഷയ്ക്ക് വലിയ സേവനമർപ്പിച്ച ഒരു വ്യക്തിയോട് തമിഴ്നാട് സർക്കാർ എങ്ങനെ പെരുമാറി എന്നുള്ളത് നമ്മുടെ സ്വന്തം കവിയായ ശ്രീകുമാരൻ തമ്പിക്ക് ഉണ്ടായ അപമാനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇവിടെ ഓർമ്മിച്ചു എന്ന് മാത്രം. സർക്കാരിന്റെ ആവശ്യമറിഞ്ഞ് പ്രവർത്തിക്കാൻ നമ്മുടെ സാംസ്കാരികന്മാർ തയ്യാറല്ലെങ്കിൽ അവരെ വിളിച്ചിറക്കി രംഗത്ത് കൊണ്ടുവരാൻ തന്നെയാണ് ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നത്. ചൊല്ലും ചെലവും കൊടുക്കുന്നത്, പണം മുടക്കുന്നത് സർക്കാരാണെങ്കിൽ ഗവൺമെന്റിന് അതിന് അധികാരമുണ്ട് എന്നാണ് അവരുടെ തീരുമാനം. പോരെങ്കിൽ സജി ചെറിയാനാണ് മന്ത്രി, ഫിഷറീസിന്റെ ചുമതലയും അദ്ദേഹത്തിനാണ്. അദ്ദേഹത്തിന്റെ വല പൊട്ടിച്ച് ഔദ്യോഗിക സാംസ്കാരികന്മാർക്ക് പുറത്തു പോകാൻ പറ്റില്ല എന്ന് ഓർമ്മിക്കുന്നത് നന്നായിരിക്കും. ഇനി നാളെ മുതൽ സാംസ്കാരിക സ്ഥാപനങ്ങളെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കുന്നു, ഇത് അനീതിയാണ്, ജനാധിപത്യ വിരുദ്ധമാണ്, ഇത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലുമൊക്കെ പ്രതിഷേധവുമായി വന്നേക്കാം. അതൊന്നും ഗവൺമെന്റ് വിലക്കെടുക്കാൻ പോകുന്നില്ല, പുല്ലുവിലയെ അതിന് കൽപ്പിക്കാൻ പോകുന്നുള്ളൂ. ഞങ്ങളുടെ സർക്കാർ, ഞങ്ങളുടെ അക്കാദമികൾ, ഞങ്ങളുടെ സാംസ്കാരിക സ്ഥാപനങ്ങൾ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ആ സ്ഥാപനങ്ങളെ പ്രയോജനപ്പെടുത്തും, ഉപയോഗിക്കും. ഇത് കേരളത്തിലെ സാംസ്കാരികന്മാർക്ക് ഒരു നല്ല അവസരമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അവാർഡുകൾ, ഫെലോഷിപ്പുകൾ, കമ്മിറ്റികളിലെ അംഗത്വം, വിശിഷ്ടാംഗത്വം മുതലായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കുന്ന സാഹിത്യകാരന്മാർ, എഴുത്തുകാർ അല്ലെങ്കിൽ കലാകാരന്മാർ അവർക്കൊക്കെ ഇതൊരു നല്ല അവസരമാണ്. കടന്നു വരിക, LDFന്റെ പ്രചാരണത്തിൽ ആത്മാർത്ഥമായി പങ്കാളികളാവുക. നിങ്ങൾക്കുള്ള പ്രതിഫലം തക്ക സമയത്ത് ലഭിക്കുന്നതായിരിക്കും. 20 മണ്ഡലങ്ങളിൽ നമുക്ക് ജയിക്കണം, അതിനുള്ള പ്രവർത്തനമാണ് വേണ്ടത്. ഇനി ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ തോറ്റു എന്ന് വിചാരിക്കാം, പക്ഷേ ജയിച്ച മണ്ഡലങ്ങളുടെ പരിധിയിൽ വരുന്ന സാംസ്കാരിക പ്രവർത്തകർക്ക് പ്രത്യേക പരിഗണനയായിരിക്കും. ഈ അവസരം പ്രയോജനപ്പെടുത്തുക. ശുഭസ്യ ശീഘ്രം.